വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. മാസ്റ്റർ കീ സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുവാൻ ശ്രമിക്കുകയാണ്. ലോ ഓഫ് കോമ്പൻസേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് സോളാർ പ്ലെക്സസ്. സോളാർ പ്ലെക്സസിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഫിയർ എന്ന് പറയുന്നത്. നാം എന്ത് ഭയക്കുന്നുവോ അത്രയും നമ്മുടെ എനർജി നഷ്ടപ്പെടുകയും ആ ഭയക്കുന്ന കാര്യം സംഭവിക്കുകയും ചെയ്യും. ഭയത്തിൻ്റെ ചിന്തകൾ നമ്മിൽ ഉണ്ടാകുന്നെങ്കിൽ, പരാജയ ചിന്തകൾ നമ്മിൽ ഉണ്ടാകുന്നെങ്കിൽ അത് തന്നെ സംഭവിക്കും. സോളാർ പ്ലെക്സസ് ശക്തീകരിക്കണമെങ്കിൽ പോസിറ്റീവായ തോട്ട്സ് ആണ് ആവശ്യം. അത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഗേറ്റ് വേയിലൂടെ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാച്ച്മാനിലൂടെ നാം പോസിറ്റീവായ ചിന്തകൾ കടത്തിവിടുക എന്നുള്ളതാണ് നാം അവസാനമായി പറഞ്ഞത്. അപ്പോൾ ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം കൊയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു ശീലമാണ്, ഹാബിറ്റാണ്. പോസിറ്റീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഹാബിറ്റാണ്. അപ്പോൾ ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതിഫല നിയമം അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. വി റെപ്രസെൻറ്റ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തികളാണ് അല്ലെങ്കിൽ മനസ്സാണ് നമ്മൾ. ദ ഹോൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ മൈൻഡിൻ്റെ ഒരു പാർട്ടാണ് നാം എന്ന് തിരിച്ചറിയുമ്പോൾ അത് ഒരു ആഴത്തിലുള്ള ചിന്തയാണ്. ഒരു വലിയ നെറ്റ് അല്ലെങ്കിൽ വലിയ ക്യാൻവാസ്, ആ യൂണിവേഴ്സിൻ്റെ ക്യാൻവാസ്, യൂണിവേഴ്സിൻ്റെ നെറ്റിൻ്റെ ഒരു പാർട്ടാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിന് വലിയതായ കാര്യങ്ങൾ ധാരാളം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ കൈൻഡ്, മാനവരാശിക്ക് വലിയ സർവീസുകൾ ചെയ്യാനായിട്ട് യൂണിവേഴ്സിന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ടെസ്ല അതല്ലെങ്കിൽ ആപ്പിൾ, ഇലോൺ മസ്കും സ്റ്റീവ് ജോബ്സും തുടങ്ങിയതായിട്ടുള്ള ആളുകൾ അവരെന്തുകൊണ്ട് സക്സസ് ആയി റിച്ചായി എന്നുള്ളതിൻ്റെ കാരണം അവർ വലിയൊരു സർവീസാണ് സമൂഹത്തിന് ചെയ്തത്. അവർ കൊണ്ടുവന്ന കണ്ടുപിടുത്തങ്ങൾ, അവരുടെ സേവനങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. അത് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു, ആ സിസ്റ്റത്തിൻ്റെ പാർട്ടാകുകയായിരുന്നു. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ പാർട്ടാകാൻ സാധിച്ചാൽ, യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ലോ ഓഫ് അബണ്ടൻസ് പറയുന്നത്. അബണ്ടൻസ് ചിന്താഗതി ഉണ്ടെങ്കിൽ, യൂണിവേഴ്സിന് വേണ്ടി പോസിറ്റീവായി കോൺസ്പെയർ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധ്യമാകുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യൂണിവേഴ്സൽ മൈൻഡുമായി കണക്ട് ചെയ്യുവാനായി മെഡിറ്റേഷൻ ധാരാളം സഹായങ്ങൾ ചെയ്യും. ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഓരോ അധ്യായം കഴിയുമ്പോൾ, ഓരോ കോഴ്സ് കഴിയുമ്പോൾ വിവിധങ്ങളായ എക്സസൈസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്, മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, ബ്രീത്തിങ് എക്സസൈസ്, ബോഡി റിലാക്സ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ധാരാളം എക്സസൈസുകൾ ഓരോ അധ്യായത്തിലും ഓരോ കോഴ്സ് കഴിയുമ്പോൾ നമ്മോട് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാം ചിന്തിക്കുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യുക, സബ് കോൺഷ്യസ് മൈൻഡിനെ എംപവർ ചെയ്യുക, കോൺഷ്യസ് മൈൻഡ് എന്ന ഗ്രേറ്റസ്റ്റ് വാച്ച്മാനെ സ്ക്രീൻ ചെയ്യാനായി സഹായിക്കുക. തിങ്ക് വിത്ത് പോസിറ്റീവ് ഇമോഷൻസ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് പ്രാക്ടീസ് ചെയ്യുക. എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ബിഹേവിയറായി മാറുന്നു, അത് ഹാബിറ്റായി മാറുന്നു. പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവായി ബിഹേവിയർ ഉണ്ടാകുന്നു, പോസിറ്റീവായി ഹാബിറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത്, കണ്ടീഷൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു കോസ്, അത് നമ്മുടെ ചിന്തയാണ്. ഐ വിൽ ബി വാട്ട് ഐ തിങ്ക്. ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അത് ആയി ഞാൻ മാറും. ആ ഒരു പുസ്തകത്തെക്കുറിച്ചെല്ലാം ദ ഹ്യൂമൻ തിങ്കത്ത് അല്ലെങ്കിൽ മാൻ തിങ്കത്ത് എന്ന പുസ്തകമൊക്കെയും റിവ്യൂ ചെയ്തിട്ടുണ്ട്. എന്താണോ ചിന്തിക്കുന്നത് അത് നാം ആയി മാറും. വളരെ ശക്തമായൊരു അഫർമേഷൻ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് വളരെ വ്യക്തമായും ക്ലിയറായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഐ ക്യാൻ ബി വാട്ട് ഐ വിൽ ടു ബി. ഐ ക്യാൻ ബി വാട്ട് ഐ വിൽ ടു ബി. ഓരോ വാക്കും ശരിക്കും അർത്ഥത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. ഐ ക്യാൻ ബി വാട്ട് ഐ വിൽ ടു ബി. അതിൻ്റെ മലയാളം അർത്ഥം എങ്ങനെയാണ്? ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയും. ഞാൻ എന്താണോ എൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് അതെനിക്ക് ചെയ്യാൻ കഴിയും. വളരെ ശക്തമായിട്ടുള്ള ഒരു അഫർമേഷനാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ്. എന്നാൽ നിലനിൽക്കുന്നത് ഈ സ്പിരിറ്റാണ്, ആത്മാവാണ്. ബാക്കി ശരീരവും മനസ്സും എന്ന് പറയുന്നത് അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു റോൾ പ്ലേ ചെയ്യുന്നതാണ്. ഈ സ്പിരിറ്റ് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ റോള് പ്ലേ ചെയ്യുന്നവരാണ് ഈ മനസ്സും ബോഡിയും എന്ന് പറയുന്നത്. അപ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ മനസ്സാണെങ്കിലും ബോഡി ആണെങ്കിലും പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇവോൾവ് ചെയ്യുന്നത്. ജീൻസ്, നമ്മുടെ ജനറ്റിക്കലായ നമുക്കുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ചെറുപ്പകാലത്ത് നമുക്കുണ്ടായ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, അത് നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നമ്മുടെ സെൻസസ്, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത് എല്ലാം നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്നാൽ അത് നെഗറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു കുറ്റവും പറയുവാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഫിയർ,
പലപ്പോഴും മനുഷ്യന് ഭയമുണ്ട്. കാരണം പണ്ട് കാലത്ത് മനുഷ്യർ കാട്ടിലും ഭീതിപ്പെടുത്തുന്ന സ്ഥലങ്ങളിലും വനങ്ങളിലും ഒക്കെ താമസിച്ചിരുന്നു. വീടില്ലായിരുന്നു, മരത്തിൽ താമസിച്ചിരുന്നു. ഉറങ്ങുമ്പോൾ വന്യമൃഗങ്ങൾ ആക്രമിക്കുമെന്ന് പേടിച്ചിരുന്നു. അത് സ്വാഭാവികമായ ഭയത്തിൻ്റെ നമ്മിലുണ്ട്, പരാജയത്തിൻ്റെ ഭീതി നമ്മിലുണ്ട്. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ 2 തലമുറയിൽ അത് ഡോർമെൻ്റ് ആയിരിക്കും, അത് മരിച്ചു കിടക്കുകയായിരിക്കും. 3ാമത്തെ 4ാമത്തെ തലമുറയിലായിരിക്കും അത് ഉണർന്നു വരുന്നത്. സ്വാഭാവികം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് തോട്ട്സിനെ നാം മെൻ്റൽ ഹൗസ് ക്ലീനിങ് എന്ന പ്രോസസ്സിലൂടെ, മനസ്സിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിലൂടെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നമുക്ക് കളയുവാൻ സാധിക്കണം. നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് ഉണ്ടാക്കുക. ഇപ്പം നാം ചിന്തിക്കുമ്പോൾ സ്നേഹത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ, ദയയോടെ ചിന്തിക്കുകയാണെങ്കിൽ, സന്തോഷത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ, കരുണയോടെ ചിന്തിക്കുകയാണെങ്കിൽ, കമ്പാഷനോടെ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ എല്ലാ തോട്ട്സും പ്ലസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് അതിനെ മീനിങ് ഫുള്ളാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഈ പുസ്തകത്തിൽ വളരെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു 4 കാര്യം കൂടി ഞാൻ പറയാം. ആസ്ക്, വിഷ്വലൈസ്, ബിലീവ്, റിസീവ്. നമുക്ക് എന്താണോ വേണ്ടത് അത് നാം ആവശ്യപ്പെടുക, അത് പറയുക. പോസിറ്റീവ് ഔട്ട്കമാണ് വേണ്ടതെങ്കിൽ അത് നാം യൂണിവേഴ്സിനോട് ചോദിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക. അത് സംഭവിച്ചതായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുക, കാഴ്ച കാണുക, വിഷ്വലൈസ് ചെയ്യുക, ദർശനമുണ്ടാകുക, അതെപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ബിലീഫ്, നാം ആഗ്രഹിച്ചതുകൊണ്ടോ ചോദിച്ചതുകൊണ്ടോ വിഷ്വലൈസ് ചെയ്തുകൊണ്ടോ മാത്രം കാര്യമില്ല. നമുക്ക് അത് നേടാൻ കഴിയും, അല്ലെങ്കിൽ നേടിയെന്ന് വിശ്വസിക്കുക. അത് നേടിയെന്നുള്ള ആ ഷൂവിൽ നിന്നുകൊണ്ട് നാം വിശ്വസിക്കുക. എന്നാൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യുമെന്നുള്ളതാണ് ഈ മെൻ്റൽ കീ സിസ്റ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആസ്ക്, യു ഷാൽ ബി ഗിവൺ. നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നുവോ അതാണ് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.